കടലിന്റെ ആഴത്തിൽ നാം താഴ്ന്നാലും കരം പിടിച്ചുയർത്തിടും നമ്മുടെ ദൈവം. കുഞ്ഞുനാളിൽ മുതിർന്നവരെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വശത്ത് നിന്ന് അത് കേട്ടുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഒരാൾ പറയും, ഇത് കുഞ്ഞുങ്ങൾ കേൾക്കേണ്ട കാര്യമൊന്നുമല്ല, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയേ. അത് വല്ലാണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ പോലും കേൾക്കാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് ഇത്ര നാളെ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇനി അത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുള്ളിടത്ത് ഇന്ന് യേശു അതിനൊരു വ്യാഖ്യാനം നൽകുകയാണ്. ഈ വ്യാഖ്യാനം വളരെ മനോഹരമായി ദ ഗോസ്പലിൽ നൽകുന്നത് കടലിൻ്റെ 2 ഉദാഹരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. കടൽ 2 കാര്യങ്ങൾക്ക് ഉപകരിക്കാൻ യേശു എന്ന് പറയും. ഒന്ന്, ഒരുവൻ ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനെ തിരികല്ല് കെട്ടി കടലിൽ താക്കണം, പിന്നെ അവൻ തിരിച്ചു വരരുത്. ഈ തിരികല്ല് കെട്ടുക എന്ന് വെച്ചാൽ അത് ശരീരം പൊങ്ങി വരാതിരിക്കാൻ ചെയ്യുന്നതാണ്. ഏറ്റവും ഭാരമുള്ള ഒരു കല്ല് ആ ശരീരത്തോട് ചേർത്ത് കെട്ടി കടലിൽ താഴ്ത്തിയാൽ പിന്നെ ആ ബോഡി പൊങ്ങില്ല, അത് കടലിനടിയിൽ തന്നെ കിടക്കും. പിന്നെ അത് ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ താഴ്ന്നു കൊള്ളണമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ഉദ്ദേശിച്ച കാര്യം ഇതാണ്: ഒരുവൻ അവനിൽ തന്നെ പാവം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവനും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവും, അവനും മനുഷ്യരായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവും. എന്നാൽ ഈ ചെറിയ ചില മനുഷ്യരുണ്ട്, പാവം എന്തെന്നറിയാത്തവർ, നിഷ്കളങ്കരായവർ, പുണ്യങ്ങൾ സൂക്ഷിക്കുന്നവർ, ഈ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ചില മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ പാപത്തിലേക്ക് നയിക്കരുത്. അത് അതിനേക്കാളും വലിയ പാപമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ബ്രേക്കപ്പിനേക്കാളും മറ്റുള്ളവർക്ക് നിങ്ങൾ ബ്രേക്കപ്പിന് വേണ്ടി നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ അത് വലിയൊരു പാപത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിയുടെ എവിടെയും നിൽക്കാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് യേശു പറഞ്ഞത് അവർ തിരികല്ല് കടലിൽ താക്കണം. ഇനി കടലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി യേശു പറയും. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമർ മരത്തിനോട് വേരോടെ ചെന്ന് കടൽ വേരുറയ്ക്കാൻ പറഞ്ഞാൽ അത് വേരുറയ്ക്കും. അത് പോസിബിളൊന്നുമല്ല. കാര്യം ഈ കടലിൽ എങ്ങനെ വേരുറയ്ക്കും? ഒട്ടും പോസിബിളല്ല. ഒരു വേരോട് ഇളകി അത് കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യം യേശു എന്ന് പറയാണ്. ഈ പറ്റാത്ത ആർക്കാണ്? പറ്റാത്തത് നമുക്കാണ്. നമ്മളിങ്ങനെ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിച്ച് നമ്മൾ പറയും കടലിൻ്റെ ആഴം ഇത്രയാണ്, അവിടെ വേരുറയ്ക്കാൻ പോസിബിൾ അല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പറയും നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ യേശു പറയും അത് പോസിബിളാണ്. ഇമ്പോസിബിൾ ആകുന്നത് ഈ കടുക് മണിയോളം പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. പോസിബിൾ ആകുന്നത് അല്പമെങ്കിലും വിശ്വാസമുള്ളിടത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ കടലിനെ യേശു 2 കാര്യങ്ങളോട് ചേർത്ത് പിടിക്കുമ്പോൾ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ഒരുവനെ പാപത്തിലേക്ക് നയിക്കുന്നവൻ എറിയപ്പെടേണ്ടതും കടലിലാണ്. വിശ്വാസം ആഴപ്പെടാൻ വൃക്ഷം എറിയപ്പെടേണ്ടതും കടലിലാണ്. അങ്ങനെ ഈ 2 കടലുമായി സാമ്യത ഉണ്ടായിരിക്കുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതൊരുദാഹരണമായി മാറാം. നിങ്ങളുടെ പാപത്തിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും ഓർമ്മപ്പെടുത്തലായി ഈ കടൽ ഉദാഹരണമായിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മുമ്പിലെ ഏതൊരു സാധ്യതയ്ക്കിടയിലും 2 സാധ്യതകളുണ്ട്. അത് എങ്ങനെ ഉപമിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാധ്യത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നിലുള്ള എല്ലാ കാര്യത്തെയും സാധ്യതയായിട്ട് ഉപയോഗിക്കാം, അസാധ്യമായിട്ട് ഉപയോഗിക്കാം, നന്മയായിട്ട് ഉപയോഗിക്കാം, തിന്മയായിട്ട് ഉപയോഗിക്കാം. 2 പോസിബിലിറ്റി യേശു എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കടുകിൻ മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കരുതിയിടും നാഥൻ നമ്മെ അനുദിനവും. കടലിന്റെ ആഴത്തിൽ നാം താഴ്ന്നാലും കരം പിടിച്ചുയർത്തിടും നമ്മുടെ ദൈവം. കടുകിൻ മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കരുതിയിടും നാഥൻ നമ്മെ അനുദിനവും. കടലിന്റെ ആഴത്തിൽ നാം താഴ്ന്നാലും കരം പിടിച്ചുയർത്തിടും നമ്മുടെ ദൈവം. കടുകിൻ മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കരുതിയിടും നാഥൻ നമ്മെ അനുദിനവും. കടലിന്റെ ആഴത്തിൽ നാം താഴ്ന്നാലും
പിടിച്ചുയർത്തിടും നമ്മുടെ ദൈവം. കരം നീട്ടി പഠിച്ച പോലെന്നും സംരക്ഷിച്ചിടും. പോരുകൾ വന്നാലും ശത്രു ബലവാനായാലും പൊൻകരം നീട്ടി പഠിച്ച പോലെന്നും സംരക്ഷിച്ചിടും. ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, ഇസ്രായേലിൻ പരിപാലകൻ ഒരു നാളും നമ്മെ വിട്ട് പിരിയുകയില്ല. കടുകിന്മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കരുതിയിടും നാഥൻ നമ്മെ അനുദിനവും. കടലിന്റെ ആഴത്തിൽ നാം താഴ്ന്നാലും കരം പിടിച്ചുയർത്തിടും നമ്മുടെ ദൈവം. ക്ഷാമം വന്നാലും ആകാശത്തിലെ പറവകളെ പോൽ നമ്മെ പോറ്റിടും. പ്രളയം വന്നാലും വൻ ക്ഷാമം വന്നാലും ആകാശത്തിലെ പറവകളെ പോൽ നമ്മെ പോറ്റിടും. ദുഃഖം വന്നാലും കൺകൾ നീരനണിഞ്ഞാലും മിഴിനീർ തുള്ളികൾ മാനിക്കുന്നോൻ കണ്ണീരൊപ്പിടും. കടുകിന്മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കരുതിയിടും നാഥൻ നമ്മെ